വയനാടുണ്ടായ ഒരു ദാരുണമായ ഒരു അപകടം. കാരണം അതില് നമ്മളുടെ കൂടപ്പിറപ്പുകൾ, നമ്മളെ വിട്ടു പിരിഞ്ഞവര് ഒരുപാട് പേരുണ്ട്. നമ്മളെല്ലാവരും ഇപ്പോഴും ആ ഒരു ദുഃഖത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തന്നെ വയനാട് പോകാൻ വേണ്ടി ഇവിടുന്ന് ചെല്ലുകയും നിലമ്പൂർ എത്തിയപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായത്. നിലമ്പൂര് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചാലിയാറിൽ നിന്നും ആദ്യം ഇതേപോലെ നമ്മുടെ ഒരു സഹോദരന്റെ ബോഡി കിട്ടുകയും പിന്നീട് അവിടെ തെരച്ചിലില് ഇത്ര ടൈമിനുള്ളിൽ തന്നെ നിരവധി ആളുകൾ മരണപ്പെടുകയും അവിടെ ആ ബോഡികളൊക്കെ നിലമ്പൂർ ചാലിയാറിൽ എത്തുകയെന്നൊക്കെ അറിഞ്ഞ് അവിടെ നോക്കുമ്പോൾ അന്നേരമാണ് ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലായി. അന്നേരം അത് അന്ന് മുതൽ അവിടെ കോർഡിനേറ്റ് ചെയ്ത് അവിടെ വേണ്ടിയ ആംബുലൻസുകൾ, അപ്പോൾ ആംബുലൻസിന്റെ ഇത് പറയുകയും കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നാണേലും മറ്റുള്ളതാണേലും ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ, IODയുടെ സംഘടന, ഞങ്ങളുടെ മെമ്പർമാരെയൊക്കെ എല്ലാ ജില്ലകളിലും വിളിച്ചു വരും അറിയിക്കുകയും 100 ആംബുലൻസോളം നേരം കൊണ്ട് നിലമ്പൂര് അറേഞ്ച് ചെയ്യുകയും അവിടെ മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരുടെ കൂടെ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുടെ കൂടെ ഒക്കെ നിന്ന് ഈ ആംബുലൻസിൽ ഓരോരുത്തർക്കും അവിടെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വയനാട് ചെന്നപ്പോഴും നമ്മുടെയൊക്കെ കരളലിയിക്കുന്ന കാഴ്ചകളാണ് ഞങ്ങൾ ഓരോരുത്തരും കണ്ടത്. കാരണം ഇത്രയും നാളൊക്കെ നമ്മൾ ഈ ജോലിയിലൊക്കെ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു സേവന പ്രവർത്തനങ്ങളിൽ നിൽക്കുമ്പോഴൊന്നും ഇങ്ങനെ ഒരു വിഷമം നമ്മൾ ആരും അഭിമുഖീകരിച്ചിട്ടില്ല. കാരണം വയനാട് ചെന്ന് നമ്മുടെ കൂടപ്പിറപ്പുകൾ എത്രയോ പേര് ഒരു രാത്രി കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോഴൊക്കെ വേദനയേറ്റ ശരീരങ്ങളെ ഞങ്ങൾ ഓരോരുത്തരും കാണുകയും അത് ഫ്രീസറിലോട്ടൊക്കെ വെക്കുകയും അത് കൈകാലുകളൊക്കെ ഓരോരുത്തരുടെയൊക്കെ പല വാട്സുകൾ പല രീതിയിലാവുകയും ഒക്കെ ചെയ്തു. അതേപോലെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടപ്പം ഒരുപാട് വിഷമം തോന്നിയ ഒരു സാഹചര്യമായിരുന്നു അത്. അതൊന്നും പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റത്തില്ലെങ്കിലും ഈ ഒരു ദുരന്തത്തിൽ നമ്മളാൽ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നമ്മുടെ ആംബുലൻസ് ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന കളക്ടർ വിളിക്കുകയും നമുക്ക് അവിടെ അടിയന്തരമായിട്ട് 10ഓളം ആംബുലൻസുകൾ ഇവിടുന്ന് രാത്രിയിൽ പോകണം എന്ന് പറയും ഉടനെ തന്നെ ഞങ്ങളുടെ സംഘടനയുടെ ഗ്രൂപ്പിൽ അറിയിക്കുകയും നിരവധി ഈ ആംബുലൻസിൽ ഞങ്ങളുടെ മെമ്പർമാർ വരാമെന്ന് പറയാമെങ്കിലും അത്യാവശ്യം ആദ്യം 10 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വിടുകയും അന്ന് തന്നെ കളക്ടറുടെ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം അനുസരിച്ച് കണ്ടെയ്നറിൽ അവിടെ ഫ്രീസറിന്റെ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞനുസരിച്ച് ഇവിടുന്ന് ഫ്രീസറുകളൊക്കെ അവിടെ എത്തിക്കുകയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു യാത്രയപ്പ് നമ്മുടെ സൗകര്യങ്ങളൊക്കെ പോയി നല്ലൊരു യാത്രയപ്പ് അവർക്ക് കൊടുക്കുവാനൊക്കെ കഴിഞ്ഞ അതിലെല്ലാം പങ്കാളികളായ ഒരുമിച്ച് നിന്ന് ആ ദുരന്തത്തിൽ നിന്ന് കയറിയിറങ്ങും. അങ്ങനെയൊക്കെ നമ്മൾ റീഹാബിലിറ്റേഷൻ ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്ന ഒരു സമീപനമാണ് നമ്മൾ കേരളത്തിൽ കണ്ടുവെക്കുന്നത്. ഇപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടാണ് അവിടുന്ന് പോകുന്നത് ഇവരെല്ലാവരും. കാരണം കളക്ടർ പൊയ്ക്കോ, ഇനി നിങ്ങളുടെ സേവനം ഇപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷം, അല്ല ഇടയ്ക്ക് പോകുന്നില്ല. അതാണ് അതിനകത്തുള്ള ഒരു പ്രത്യേകത. ഇന്ന് ജില്ലാ ഭരണകൂടം അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തപ്പോൾ മാത്രമാണ് നിങ്ങൾ പോകുന്നത്. അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, അവിടെ കണ്ടപ്പോൾ വലിയ പ്രശ്നം. ഞാനും അത് കണ്ടപ്പോൾ എനിക്കിപ്പോൾ ആലുവയിൽ പ്രളയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എത്ര ആളുകൾ വീഡിയോ വെച്ചു. 38 വീട് ഞാൻ ഇതുപോലെ പല സ്പോൺസർമാരുണ്ട്. MLA എന്നതിൽ 38 വീട് പണിത് കൊടുത്തു. ബാക്കി പിന്നെ ഗവൺമെന്റ് ഭാഗത്തുനിന്നും നമുക്ക് സർവീസ് സഹകരണ ബാങ്കുകളൊക്കെ കുറേ നടത്തും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മളെ ഒത്തിരി ആളുകൾ ആ പ്രളയ സമയത്ത് എവിടെ നിന്നൊക്കെ ആളോന്ന് നമുക്കറിയില്ല, ഈ പ്രദേശത്തുനിന്ന് പല സ്ഥലത്തും വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനും അത് കണ്ടിട്ട് 10 വീട് ഞാനും നമ്മുടെ വകയായിട്ട് അവിടെ പണിത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ 5 വീട് ഓൾറെഡി സ്പോൺസർമാരായി കഴിഞ്ഞു. കാരണം ഇനിയും നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ അത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെയും കൂടി ഒരു 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 പിന്തുണ അത് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനും അങ്ങനെ എൻ്റെ മനസ്സരത്തേക്ക് എത്തിച്ചത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാണിച്ചത് വലിയ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ തൊഴിലാണെങ്കിലും ആ പ്രതിസന്ധി സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകാനുള്ള മനസ്സാണ്. കാരണം നാളെ എന്ത് സംഭവിക്കാം ഒന്നും പറയാൻ പറ്റാത്ത അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ ജീവൻ പോലും പണയം വെക്കുന്ന ഈ സാധനം ഉരുള എപ്പോഴാ പൊട്ടണമെന്ന് പറയാൻ പറ്റില്ല. അത് ആരുടെ കയ്യിലിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെയോ ആരുടെയും കയ്യിലിരിക്കുന്ന നിയന്ത്രിക്കുന്നോ അല്ല. അപ്പൊ അതുകൊണ്ട് അവിടേക്ക് നിങ്ങൾ ഓടിച്ചെന്നു. അതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത. എന്തായാലും നിങ്ങളുടെ ആ പ്രവർത്തനത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഏത് ദൗത്യം ഏറ്റെടുത്താലും നിങ്ങളുടെ ഒപ്പം ഞങ്ങളെപ്പോലെ ജനപ്രതിനിധിയിലും പൊതുസമൂഹം ഉണ്ടാവും, ആ പ്രാർത്ഥനയിൽ ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ മുക്തകണ്ഠം
അഭിനന്ദിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ജയ് ഹിന്ദ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ ആംബുലൻസ് പ്രവർത്തകരെയും കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് കേരളത്തിലുള്ള എല്ലാ ആംബുലൻസുകാരെയും ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിച്ച എവോഡിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റും ആ ദുരന്ത ഭൂമിയിൽ പ്രവർത്തിച്ച സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ അനു സാമുവലിനെ MLA ആദരിക്കുന്നു. അപ്പുറത്തുള്ള ഒരു മഹാ ദുരന്തമാണിത്. നമ്മളെല്ലാവരും 2018-ലും 2019-ലും ഒക്കെയുള്ള വെള്ളപ്പൊക്കം അഭിമുഖീകരിച്ചിട്ടുള്ള ആളുകളാണ്. അതൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും നന്നായിട്ട് ബാധിച്ച പ്രദേശങ്ങളാണ് നമ്മുടേതൊക്കെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്കൊക്കെ ബോധ്യമുള്ളതാണ്. പക്ഷെ വയനാട്ടിലെ ദുരന്തം കാണുമ്പോൾ നമ്മുടെ ഉണ്ടായ ബുദ്ധിമുട്ട് എത്രത്തോളം അതിനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എത്ര ചെറുതായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ അത്ര ഭീകരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് വയനാട്ടിൽ കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ ആ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ഒരു ദുരന്തം ഉണ്ടായാൽ അതില് എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി ആ ദുരന്തമുഖത്ത് സാധിക്കുന്ന സഹായങ്ങൾ എത്തിക്കുവാനായിട്ട് ഒരു പ്രവർത്തിക്കുന്ന ഒരു രീതി, അത് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി. നമുക്കറിയാം, ആംബുലൻസുകളൊക്കെ എത്രയോ ആംബുലൻസുകൾ നിലമ്പൂരിൽ നിന്നും മൃതശരീരങ്ങളുമായി നിരനിരയായ ആംബുലൻസുകൾ വയനാട്ടിലേക്ക് മേപ്പാടിയിലേക്കൊക്കെ പോകുന്ന കാഴ്ചകൾ, ദൃശ്യങ്ങളൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടായപ്പോൾ അപ്പം തന്നെ നമ്മുടെ ആംബുലൻസ് ഡ്രൈവേഴ്സ്, അതുപോലെ ഓണേഴ്സ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ മുൻകൈ എടുക്കുകയും അവർ നമ്മുടെ ജില്ലയിൽ നിന്നും ഇത്രയേറെ വാഹനങ്ങൾ വയനാട് ദുരന്തമുഖത്ത് പ്രവർത്തിക്കാനായിട്ട് പോയി. അത് നിങ്ങൾ കാണിച്ച ഈ മാതൃക ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നമുക്ക് മുന്നോട്ടായാലും, നമുക്ക് ഏതൊരു സാഹചര്യം വന്നാലും ഇതുപോലെ നമുക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഈ എഒഡിഎയുടെ പ്രവർത്തകര് നടത്തിയ വളരെ മാതൃകാപരമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെ ഒരിക്കൽ കൂടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അൽഷിഫ ആംബുലൻസ് കളമശ്ശേരി. ജോയി കാരുണ്യ ആംബുലൻസ് എറണാകുളം. അതായി അനുമോദിക്കുന്നതിനായി ടീമിന്റെ ഏരിയ സെക്രട്ടറി KK ശിവകൃഷ്ണൻ, എറണാകുളം. ജോയിൻ ഹാർട്ട് ബീറ്റ് ആംബുലൻസ് സർവീസ്. വിശ്വ സ്നേഹതീരം. അവരെ കാണേണ്ടതാണ്. കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയി. കുടുംബം ആകെ നഷ്ടപ്പെട്ടു പോയി. ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി. കുഞ്ഞുമക്കൾ നഷ്ടപ്പെട്ടു പോയി. അവരെ അമ്മയും അച്ഛനൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവശേഷിക്കുന്ന എനിക്ക് എന്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ ജീവിതം ഇത് എനിക്ക് ഇനി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത വെച്ച് മനസ്സ് വിഷമിച്ച് ഹൃദയം നുറുങ്ങി നിൽക്കുന്ന മനുഷ്യരുടെ മുഖത്ത് നമുക്ക് നല്ല വാക്കേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കും ഇവിടെ നിന്ന് ഒരു ഐക്യദാർഢ്യം എന്ന് പറയുന്നത് നമുക്ക് പരമാവധി സഹായിക്കുക, അവരെ വീണ്ടും ജീവിപ്പിക്കുക, അവർക്ക് ഗവൺമെന്റ് മറ്റ് സംവിധാനം കൊടുക്കുന്ന സഹായം കൃത്യമായി എത്തി അവർ നല്ലതുപോലെ അവരെ പുനരുദ്ധരിപ്പിക്കുക, ബാക്കി അവശേഷിച്ചവരെ. അപ്പൊ അതിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ഇത് ഇത്ര ത്യാഗസന്നദ്ധമായി അവിടെ ചെന്ന് ഈ വയനാട് ചെന്ന് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് സംസാരിക്കേണ്ട അദ്ദേഹം പറഞ്ഞു എല്ലാവരും റെഡിയായിരുന്നു. എല്ലാവരും വാട്സാപ്പിൽ തന്നെ മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾ വരാൻ സന്നദ്ധമാണെന്നുള്ള ഒരു നിറഞ്ഞ സംതൃപ്തിയോട് പോകാൻ തയ്യാറായിരുന്നു. അങ്ങനെ പോയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും പോകാൻ തയ്യാറായെങ്കിലും പോകേണ്ടി വന്നില്ല, അതിനാവശ്യം വന്നില്ല എങ്കിൽ പോലും സന്നദ്ധമായ മനസ്സുണ്ടല്ലോ, ആ മനസ്സുള്ള എല്ലാ ഈ ആംബുലൻസ് ഓണേഴ്സ് ഡ്രൈവേഴ്സ് അസോസിയേഷനിലെ മുഴുവൻ അംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട്
അതോടൊപ്പം തന്നെ വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ കുഞ്ഞുമക്കളുടെ മുത്തശ്ശിമാരുടെ ആ വേർപാടിൽ നിങ്ങളുടെ ഒപ്പം തന്നെ അതിനകത്ത് അതിശോരയപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ സാധിക്കും. ആ ഒരു മനസ്സ് കാണിക്കാനായിട്ട് ഈ AODയുടെ ക്യാപ്റ്റന്മാർക്ക് ആ മനസ്സ് തോന്നിയതിന് ആദ്യമേ തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ദുരന്തമുഖത്ത് എത്രത്തോളം ദുഷ്കരമായ രീതിയിലായിരിക്കും അവിടുത്തെ സന്ദർഭം മുന്നോട്ട് പോകുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ആ ഒരു സന്ദർഭത്തിലും അവരോട് കൂടെ തന്നെ നിന്ന് പ്രവർത്തിക്കുവാനും ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും കൂടെ തന്നെ ഒപ്പം നിന്ന് ചേർന്ന് പ്രവർത്തിക്കാൻ ഇവർക്കെല്ലാവർക്കും സാധിച്ചതിൽ തന്നെ അഭിമാനിക്കുന്നു. ഞാൻ അധികം വാക്കുകളിലേക്ക് പോകുന്നില്ല. ഈ പ്രവർത്തനത്തിൽ പങ്കുകൊണ്ട എല്ലാ AODയുടെ സഹപ്രവർത്തകർക്കും ക്യാപ്റ്റന്മാർക്കും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നടക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് ഒരു ദുരന്തമുഖത്തേക്ക് എടുത്ത് ചാടാനുള്ള ആ വ്യഗ്രത. അല്ലെങ്കിൽ നമുക്ക് ഏതോ ഒരു ആപത്ത് വരുന്ന സമയത്ത് നോക്കി നിൽക്കാതെ എടുത്ത് ചാടി അതിന് നമ്മളുടെ സ്വജീവനെ പോലും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു മനസ്സ്, അതിന് നിങ്ങളെ ഏറെ അഭിനന്ദിക്കുകയാണ്. നന്ദി, നമസ്കാരം. അവിടെ ഓടുന്നതൊക്കെ നമ്മളെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് പലതവണ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് പോലും ഇത്രയധികം ആംബുലൻസുകളും അതിന്റെ അനുബന്ധമായിട്ടുള്ള ഫ്രീസറുകളും ഒക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ കേരളം ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇനിയും അവർക്ക് കൂടുതലായിട്ടുള്ള വീടുകൾ വെച്ച് നൽകേണ്ടതുണ്ട്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ജനസമൂഹം അവിടേക്ക് കൈകൾ എത്തിക്കുകയാണ്. ആ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അതൊരു നന്മയുടെ കാഴ്ചയാണ്. അത് കേരളത്തിന്റെ നന്മയാണ്. അതിന്റെ ഒപ്പം ചേരാൻ ഭാഗ്യം സിദ്ധിച്ചവരെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ പലതും വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ പല ദേഹങ്ങളും എടുക്കുമ്പോൾ. പക്ഷെ ആ ഒരു ഭാഗ്യമാണ്, ഒരു ദുരന്തമുഖത്ത് നമുക്ക് ചെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരാണ്. നിങ്ങളെ ഏറെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അനീഷ്, പ്രേമാഭാരതി ആംബുലൻസ് സർവീസ് കുന്നുകര. അടുത്തായിട്ട് ഈ ദുരന്ത മുഖത്തേക്ക് മൊബൈൽ ഫ്രീസറുകൾ കൊടുത്തുവിട്ട നിസർഗ കന്നഡി സെന്റ് ജോർജ് ആംബുലൻസ് പറവൂർ. അതായിരിക്കും സർവീസ് കോതമംഗലം താല്പര്യം വന്നു. മനോജ് കെയർ ആംബുലൻസ് സർവീസ് ആലുവ. സൈജൻ അനുഗ്രഹ ആംബുലൻസ് സർവീസ്. ജിഷ്ണു താലോം ആംബുലൻസ് സർവീസ് കൂത്താട്ടോളം. ജവാൻ മഡോണ ആംബുലൻസ് സർവീസ് അങ്കമാലി.